PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. PSC 2021 പബ്ലിഷ് ചെയ്ത സിലബസാണിത്. 2022 ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഈ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ ഈ ചാനലിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ഓൾ സെലക്ട് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. സിലബസിൽ ആദ്യത്തേത് ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഈ മൂന്നിൻ്റെയും കറണ്ട് അഫയേഴ്സ്. കേരള ഹിസ്റ്ററിയിൽ വരുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ. സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്. നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള. ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി. യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്. പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മെഡീവൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്, കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യാസ് ഇൻഡിപെൻഡൻറ്റ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരിയഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951. അടുത്തത് വേൾഡ് ഹിസ്റ്ററിയാണ്. ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇത്രയും കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ കറണ്ട് അഫയേഴ്സുമാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിരിക്കേണ്ടത്. അടുത്തത് ജിയോഗ്രഫിയാണ്. ജിയോഗ്രഫിയിൽ ബേസിക്സ് ഓഫ് ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി, കേരള ജിയോഗ്രഫി, പിന്നെ കറണ്ട് അഫയേഴ്സും. ബേസിക്സ് ഓഫ് ജിയോഗ്രഫിയിൽ എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, global issues, global warming, various forms of pollutions, maps, topographic maps and signs, remote sensing, geographic information system, oceans and its various movements, continents, world nations and its specific features. Indian geography, physiography, states and its features, northern mountain region, rivers, Northern Great Plain, Peninsular Plateau, Coastal Plain, Climate, Natural Vegetation, Agriculture, Minerals and Industries, Energy Sources, Transport System, Road, Water, Railway, Air. കേരള ജോഗ്രഫിയിൽ വരുന്നത് ഫിസിയോഗ്രഫി, ഡിസ്ട്രിക്ട്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, agriculture and research centers, minerals and industries, energy sources, transport system, road, water, railway, air. ഇത്രയും കാര്യങ്ങളും കറണ്ട് അഫയേഴ്സുമാണ് ജിയോഗ്രഫിയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അടുത്തത് എക്കണോമിക്സ് ആണ്. ഇതിൽ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റൽ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5-year plans, Niti Aayog, types and functions of economic institutions, Reserve Bank and functions, public revenue, tax and non-tax revenue, public expenditure, budget, fiscal policy, consumer protection and rights. ഇത്രയും കാര്യങ്ങളും കറണ്ട് അഫയേഴ്സുമാണ് എക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അടുത്തത് സിവിക്സ് ആണ്. സിവിക്സിൽ വരുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, ഇന്ത്യൻ സിവിൽ സർവീസ്,
സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇ-ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ ആൻഡ് ലോകായുക്ത, ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ്, ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസീസ്, ലാൻഡ് റീഫോംസ്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഇത്രയും കാര്യങ്ങളും കറണ്ട് അഫയേഴ്സും. അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇതിൽ പഠിച്ചിരിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രീമബിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്സ്, പഞ്ചായത്തി രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദെയർ ഫങ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇത്രയും കാര്യങ്ങളും കറണ്ട് അഫയേഴ്സും. അടുത്തത് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, കല, കായികം, സാഹിത്യം. കേരളത്തിലെ പ്രധാന ദൃശ്യശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. ഇത്രയും കാര്യങ്ങൾ കലാ വിഭാഗത്തിൽ നമ്മൾ പഠിച്ചിരിക്കണം. അടുത്തത് കായിക രംഗമാണ്. കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്, പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ അല്ലെങ്കിൽ കായിക ഇനങ്ങൾ, പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സ്, അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ അല്ലെങ്കിൽ കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിൻ്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്. ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്. വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ. ദേശീയ ഗെയിംസ്, ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ. ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ അല്ലെങ്കിൽ വിനോദങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് കായിക രംഗത്ത് നിന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. അടുത്തത് സാഹിത്യരംഗമാണ്. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ. എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. കഥാപാത്രങ്ങൾ, കൃതികൾ. പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ. പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ. അവാർഡിനർഹരായ എഴുത്തുകാർ, കൃതികൾ. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ. മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. അടുത്തത് സാംസ്കാരിക രംഗം. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. ഇത്രയും കാര്യങ്ങളും കലാകായിക സാഹിത്യ സാംസ്കാരിക രംഗത്തെ ആനുകാലിക സംഭവങ്ങളുമാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, കറണ്ട് അഫയേഴ്സ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസസ്, നെയിംസ് ആൻഡ് യൂസസ്. ഔട്ട്പുട്ട് ഡിവൈസസ്, നെയിംസ് ആൻഡ് യൂസസ്. മെമ്മറി ഡിവൈസസ്,
പ്രൈമറി ആൻഡ് സെക്കൻഡറി എക്സാമ്പിൾസ് ഫീച്ചേഴ്സ്. സോഫ്റ്റ്വെയറിൽ ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്. പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, വേർഡ് പ്രോസസ്സസ്, സ്പ്രെഡ്ഷീറ്റ്സ്, ഡാറ്റാബേസ് പാക്കേജസ്, presentation, image editors. Basics of programming, types of instructions, input, output, store, control, transfer. Computer networks, types of networks, LAN, WAN, MAN, features and application area. Network devices, media, switch, hub, router, bridge, gateway, uses of each. അടുത്തത് ഇൻ്റർനെറ്റ് ആണ്. സർവീസസ്, www, ഇമെയിൽ, സെർച്ച് എൻജിൻസ്, എക്സാമ്പിൾസ് ആൻഡ് പർപ്പസസ്. സോഷ്യൽ മീഡിയ, എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ്. വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML, ബേസിക്സ് ഓൺലി. സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസിൽ ടൈപ്സ് ഓഫ് ക്രൈംസ്, അവയർനെസ് ലെവൽ, IT ആക്ട് ആൻഡ് അതർ ലോസ്. അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ nature and scope of science and technology, relevance of science and technology, national policy on science and technology and innovations, basics of everyday science, human body, public health and community medicine, food and nutrition, healthcare, institutes and organizations in India promoting integration of science and technology and innovation, their activities and contributions. Contribution of prominent Indian scientists. Technology in space and defense. Evolution of Indian space program, ISRO, its activities and achievements. Various satellite programs, DRDO vision, mission and activities. Energy requirement and efficiency. India's existing energy needs and deficit. India's energy resource and dependence. Renewable and non-renewable energy resources, energy policy of India, government policies and programs, energy security and nuclear policy of India. Environmental science, issues and concerns related to environment, its legal aspects, policies and treaties for the protection of environment at the national and the international level, environment protection for sustainable development. Biodiversity, its importance and concerns, climate change, international initiatives and India's commitment. Western Ghats, features, characteristics and issues. Forest and wildlife, legal framework for forest and wildlife conservation in India, environmental hazards, pollution, carbon emission, global warming. Developments in biotechnology, green technology and നാനോ ടെക്നോളജി. ഇത്രയും കാര്യങ്ങളും കറണ്ട് അഫയേഴ്സുമാണ് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തത് മാത്സ് ആണ്. സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ലഘുഗണിതവും മാനസിക ശേഷിയും. ലഘുഗണിതത്തിൽ വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജ്യാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ. പ്രോഗ്രഷനുകൾ. മെൻ്റൽ എബിലിറ്റിയിൽ ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാത്സിൽ പഠിച്ചു വെക്കണം. അടുത്തത് ജനറൽ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും. ഇംഗ്ലീഷ് ഗ്രാമറിൽ വരുന്നത് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്,
agreement of verb and subject, confusion of adjectives and adverb, comparison of adjectives, adverbs and possession of adverbs, articles, the definite and indefinite articles, uses of primary and modal auxiliary verbs, tag questions, infinitive and gerunds, tenses in conditional sentences, prepositions, the use of correlatives, direct and indirect speech, active and passive voice, correction of sentences. വൊക്കാബുലറിയിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആൻറ്റോണിംസ്, ഫ്രേസൽ വെർബ്സ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, ട്രാൻസ്ലേഷൻ ഓഫ് എ സെൻറ്റൻസ് പ്രോവർബ് ഇൻ ടു മലയാളം. അടുത്തത് മലയാളം. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് നമ്മൾ ഡീറ്റെയിലായി പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും ടോപ്പിക് വൈസായി തന്നെ പഠിക്കുക. ഏകദേശം 11ഓളം തസ്തികകളാണ് ഡിഗ്രി ലെവൽ പ്രിലിമിസിൽ വരുന്നത്. ഈ ഒരു സിലബസിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞ ടോപ്പിക് വൈസ് ക്ലാസുകൾ PSC പോസിറ്റീവ് പോയിൻറ്റിൻ്റെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി സിലബസ് എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി സിലബസ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കേണ്ടവർക്ക് അതെങ്ങനെയെന്നുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്